2 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. അങ്ങനെയായാൽ ഫലഹുക അജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ പരിപൂർണമായ ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്ത കൂലി എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. നമ്മളൊക്കെ ഒരു ചെറിയൊരു കാര്യമായി കാണും. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാഹ്, അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നെവർ മൈൻഡാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അത് വലിയ കൂലിയുള്ള കാര്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ വീട്ടിലായിരിക്കുമല്ലോ, വീട്ടിൽ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മകനെ വിളിച്ചിട്ട് സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുക, പിന്നീട് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു തമ്മ പരിപൂർണമായ ഹജ്ജിന്റെ കൂലിയാണ്, പരിപൂർണമായ ഉംറയുടെ കൂലിയാണ്. പണമില്ലാത്ത പേരിൽ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അല്ലാഹ് എന്ന വിഷമം പറയേണ്ടതില്ല. എനിക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം പറയേണ്ടതില്ല. നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഓരോ നിസ്കാരത്തിനു ശേഷവും നമുക്ക് ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാം. സുബ്ഹി നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നമുക്ക് നേടാം. ഇതൊക്കെ നമ്മുടെ നിസ്സാരമായി കാണുന്നതാണ്. നമ്മുടെ നിസ്സാരമായി കാണുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. സ്വാദിഖുൽ മസ്ദൂഖായ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച, എല്ലാ കാര്യങ്ങളും ചെയ്താൽ എന്ത് കൂലി ലഭിക്കുമെന്ന് പഠിപ്പിച്ച, ഏത് കാര്യം നിർവഹിച്ചാലും നിനക്ക് എത്ര കൂലിയുണ്ട് എന്ന് നിർവഹിച്ചു തരാൻ പറ്റുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ നിങ്ങൾക്ക് ദിക്ർ ചൊല്ലി 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഹജ്ജിന്റെ കൂലിയുണ്ട്, ഉംറയുടെ കൂലിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? സമ്പത്ത് ചെലവഴിച്ചിട്ട്, പണം ചെലവഴിച്ചിട്ട് ഒരു പക്ഷേ ഹാജി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഹജ്ജിന് പോകുന്ന നമ്മൾ പലരും ഉണ്ടാവാം. അങ്ങനെയുള്ള നമ്മൾ അതിനേക്കാളൊക്കെ കൂലി ലഭിക്കുന്ന, കടം വാങ്ങിയൊക്കെ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ, അവരൊക്കെ പ്രാവർത്തികമാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഉണർത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യമാണിത്. നമുക്ക് ഹജ്ജിന്റെ കൂലി നേടിയെടുക്കാൻ വീട്ടിലിരുന്നിട്ട്, പള്ളിയിലിരുന്നിട്ട് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി നേടാനുള്ള വലിയ വലിയ സൗഭാഗ്യങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയുമുണ്ട് ഒരുപാട് ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണ്, നിസ്സാരമാണ് എന്ന് കരുതുന്ന കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുകയാണ്, മഹാനായ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ. നിങ്ങളുടെ പള്ളിയിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് മകളെ കെട്ടിക്കാറുണ്ട്, ഒന്ന് സഹായിക്കണമെന്ന് സഹായ അഭ്യർത്ഥനയുടെ കത്തുമായി വെള്ളിയാഴ്ച തോറും കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ വീടിന്റെ വാതിൽക്കലേക്ക് സഹായത്തിന് വേണ്ടി കടന്നു വരുന്ന പാവപ്പെട്ടവരുണ്ട്, പാവപ്പെട്ട ഉസ്താദുമാരുണ്ട്. വീട് പണിയാണ്, കടത്തിലാണ്, അതുകൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മുടെ വീടാന്തരം വാതിൽ മുട്ടി വരുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കാറുണ്ട്. വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം പള്ളിയിലെ പിരിവ് നടക്കുമ്പോ ആ ബക്കറ്റിലേക്ക് ഒരു 10 രൂപ പോലും ഇട്ടുപോകാൻ ഇടാൻ നമുക്ക് കഴിയാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ ഒരു മുഅ്മിനിന്റെ, ആരെങ്കിലും ഒരാൾ ഒരു സത്യവിശ്വാസിയുടെ ബുദ്ധിമുട്ടിനെ നീക്കിയാൽ, ഒരു പ്രയാസത്തിനെ നീക്കിയാൽ, നഫസല്ലാഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ പരലോകത്തിൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ നിന്ന് ഇൽമു പഠിച്ച മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു ഒരാളോട് പറയുന്നു, നിനക്ക് ഏറ്റവും കൂടുതൽ നല്ലത്, നിനക്ക് ഏറ്റവും നല്ലത് ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടലാണ്. ജനങ്ങൾക്ക് പ്രയാസം വരുമ്പോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കലാണ് ഏറ്റവും നല്ല കാര്യം. എന്നിട്ട് ഹസനുൽ ബസരി തങ്ങൾ പറയുകയാണ്, അന്ന മശിയക ഫീ ഹാജതി അഖീക ഖൈറുൽ ലക മിൻ ഹജ്ജത്തിൻ ബഅദ ഹജ്ജ.
ഒരു വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു പ്രാവശ്യം ഉംറ ചെയ്തിട്ടുണ്ട്, ഇനിയും മക്കയിലേക്ക് ഹജ്ജ് ഉംറക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നിന്റെ അയൽവാസി പട്ടിണിയിലാണ്, നിന്റെ അയൽവാസി പാവപ്പെട്ടവനാണ്, അവനക്ക് കിടക്കാൻ പാഴയില്ല, അവനക്ക് താമസിക്കാൻ വീടില്ല, അവനക്ക് ഭക്ഷണം കഴിക്കാൻ പട്ടിണിയാണ്. അങ്ങനെ നിന്റെ അയൽവാസി ഉണ്ടെങ്കിൽ, നിന്റെ നാട്ടിലുണ്ടെങ്കിൽ, നിന്റെ മഹല്ലിലുണ്ടെങ്കിൽ, പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട്, 10,000 ചെലവഴിച്ചുകൊണ്ട് നീ ഹജ്ജ് ചെയ്തതിനേക്കാൾ നിനക്ക് നല്ലത്, നീ ഉംറ ചെയ്തതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ പാവപ്പെട്ട അയൽവാസിയെ സഹായിക്കലാണ്, നിന്റെ കുടുംബക്കാരനെ സഹായിക്കലാണ്, നിന്റെ മഹല്ലത്തിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കലാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ. അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കണം, അത് ഹജ്ജിനെക്കാളും ഒരു ഉംറയെക്കാളൊക്കെ കൂടിയുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇനി ഹജ്ജ് ചെയ്യാൻ, ഇനി ഉംറ ചെയ്യാൻ, ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അയൽവാസി പട്ടിണിയാണെങ്കിൽ, നമ്മുടെ കൂടെ കിടക്കുന്ന ആള് പട്ടിണിയാണെങ്കിൽ, നമ്മുടെ സഹോദരൻ പട്ടിണിയാണെങ്കിൽ, നമ്മുടെ മഹല്ലത്തിൽ ആരെങ്കിലും ഒരാൾ പട്ടിണിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഉത്തരവാദിയാണ്. ഉംറക്ക് പോകുന്നതിനേക്കാൾ, ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആ പാവപ്പെട്ട ആളെ സഹായിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഒക്കെ പള്ളി അത് നമ്മുടെ ആത്മീയ കേന്ദ്രമാണ്. നമ്മളല്ലാതെ സഹായിക്കാൻ, നമ്മളല്ലാതെ സഹകരിക്കാൻ ഒരാളുണ്ടാവൂല. ഈ 45 വർഷക്കാലം നമ്മുടെ പള്ളി ഇവിടെ നിലനിന്നത് എന്തുകൊണ്ടാണ് നിലനിന്നത്? ഈ പള്ളിക്ക് വേണ്ടി നമ്മളെ പോലെ ഇതിലേറെ ബുദ്ധിമുട്ട് സഹിച്ച്, പ്രയാസം സഹിച്ച്, ത്യാഗം സഹിച്ച്, ബുദ്ധിമുട്ടി ഈ പള്ളി ഇതുപോലെ പരിപാലിച്ചത്, പുനർനിർമ്മാണം നടത്തി, അതിനുവേണ്ടി ഓടി നടന്ന് ചാടി നടന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്, നമ്മുടെ പൂർവികന്മാരുണ്ട്, അവരൊക്കെ മരണപ്പെട്ടു പോയി. ഇനി ഇതുപോലെ നിലനിർത്തേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും നമ്മളാണ്. പള്ളിക്കും മദ്രസക്കും കൊടുത്താൽ, ദീന്റെ സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ അതൊരിക്കലും വേസ്റ്റ് ആകൂല. അങ്ങനെയാണ് അതിന്റെ കാര്യം കിടക്കുന്നത്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇദാ മാത ഇൻസാനുൻ ഇൻഖതഅ അമലുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു അമലുമില്ല, അവന് പിന്നെ ഖബറിനൊറ്റക്കാണ്, ഏകാന്തനാണ്. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ, 3 കാര്യങ്ങൾ ജാരിയായ സ്വതക്കയാണ്. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ? ജാരിയത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ നടക്കുന്നത് എന്നാണ്, സഞ്ചരിക്കുന്നത്. എന്താണ് സഞ്ചരിക്കുന്ന സ്വതക്ക എന്ന് പറഞ്ഞാൽ? പള്ളിക്ക് കൊടുക്കുന്ന സ്വതക്കന്നെ. അത് ഈ പള്ളി എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ നന്മ ലഭിക്കുന്നു. എത്ര മുഅ്മിനീങ്ങൾ ഇവിടെ സുജൂദ് ചെയ്യുന്നുണ്ടോ, എത്ര മുഅ്മിനീങ്ങൾ ഇവിടെ ഇത്തികാഫിരിക്കുന്നുണ്ടോ, എത്ര മുഅ്മിനീങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുന്നുണ്ടോ, അതിന്റെ കൂലി മുഴുവൻ ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ആ മുഅ്മിനിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. അത് 100 വർഷം കഴിഞ്ഞാലും ശരി, 1000 വർഷം കഴിഞ്ഞാലും ശരി, ഖബറിൽ കടന്ന് മണ്ണിൽ കടന്ന് മണ്ണിനോട് ലയിച്ചു ചേർന്ന് എല്ല് മാത്രം ബാക്കിയായാലും അതിന്റെ കൂലി ലഭിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മളാണത് നിലനിർത്തേണ്ടത്. ഇത് സഹായിക്കേണ്ടതൊക്കെ നമ്മളാണ്. അതുകൊണ്ട് നല്ല രൂപത്തിലുള്ള പൈസ നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഈ സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കഴിയുന്ന പരമാവധി അതിലേക്ക് സംഭാവന ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ തന്നെ നാളെ മരിച്ചു ചെന്നാൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ തന്നെ ഇൽമിനെ സ്നേഹിക്കുക, അറിവിനെ സ്നേഹിക്കുക, പള്ളിയെ സ്നേഹിക്കുക, മദ്രസയെ സ്നേഹിക്കുക. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞത് സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. ഒരു തണലുമില്ലാത്ത ഈ സൂര്യൻ, കോടാനുകോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ഈ സൂര്യൻ നമ്മുടെ ശരീരത്തിന് ഈ രാത്രി നേരത്ത് തന്നെ നമുക്ക് ചൂടെടുത്ത് വിയർത്തൊലിക്കുന്നുണ്ടെങ്കിൽ ആ സൂര്യന്റെ എഫക്റ്റ് ആണല്ലോ.
എന്നാൽ ഈ എഫക്റ്റ് ഒന്നുമില്ല. ഈ എഫക്റ്റിനേക്കാൾ എഫക്റ്റേറിയ ഒരു ചാൺ അകലത്തിൽ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്ന സൂര്യൻ കത്തിജ്വലിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുതഅല്ലിഖും ബിൽ മസാജിദ്, പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യൻ, എപ്പോഴും പള്ളിയുമായി ബന്ധമുള്ള മനസ്സുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹു അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗമാണ്, ഒരു മനുഷ്യനാണ്, ഒരു വിഭാഗം ആളുകളാണ്. പള്ളിയുമായി എപ്പോഴും ബന്ധം, അത് ശാരീരികമാകാം, മാനസികമാകാം, സാമ്പത്തികമാകാം. ചില ആളുകൾക്ക് ശാരീരികമായി പള്ളിയിൽ വരാൻ കഴിവുണ്ടാകില്ല, ജോലി തിരക്കും മറ്റൊക്കെ ഉണ്ടായി, ഉമ്മമാർക്കൊക്കെ പള്ളിയിൽ വരാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസ, അത് പള്ളിയുമായി നമ്മുടെ ബന്ധം നിലനിർത്താനുള്ള ഒരു റൂട്ടാണ്, ഒരു മാർഗമാണ്, ഒരു വഴിയാണ്. ആ വഴി നമ്മൾ എപ്പോഴും നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയാൽ നാളെ കഠിനമായ ചൂടനുഭവിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, വീണ്ടും ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കാൻ, ഉംറ ചെയ്ത കൂലി ലഭിക്കാൻ മറ്റൊരു ചെറിയ നിസാരമായ ഒരു കാര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ ലിയതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമ. ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് വന്നു, ഒരു ദിവസം പള്ളിയിലേക്ക് വന്നു, എന്തിനാണ് വന്നത്? അവൻ പള്ളിയിലേക്ക് വരുമ്പോ അവന്റെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? ഈ പള്ളിയിൽ നിന്ന് കുറച്ച് ഇൽമു പഠിക്കണം, കുറച്ച് അറിവ് പഠിക്കണം. ഞാനൊരു പാവപ്പെട്ട മുഅ്മിനാണ്, ജീവിതകാലത്ത് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഈ പള്ളിയിൽ എന്നിട്ട് ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കണം, ഉസ്താദിന്റെ നസീഹത്ത് ഒന്ന് കേൾക്കണം. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് ഉസ്താദ് പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് അതെന്റെ ജീവിതത്തിലൊന്ന് പകർത്തണമെന്ന് വിശ്വസിക്കുന്ന, എന്ന് ആലോചിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ, നീയത്തോടുകൂടെ ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലഹു അജ്റു ഹജ്ജിൻ താമിൽ ഹജ്ജി. പരിപൂർണമായി ഹജ്ജ് ചെയ്ത, പരിപൂർണമായി കഅബാലയം തവാഫ് ചെയ്ത, പരിപൂർണമായി സഫാ മർവകൾക്കിടയിൽ സഅയ് ചെയ്ത മുഅ്മിനീങ്ങളുണ്ടല്ലോ, ആ മുഅ്മിനിന്റെ കൂലി ആ മനുഷ്യന് ലഭിക്കുന്നു. ആ മുഅ്മിനിന് ലഭിക്കുകയാണ്. ഇൽമിന് വേണ്ടി സമയം വിനിയോഗിച്ചാൽ, പള്ളിയിലേക്ക് വന്ന്, പള്ളിയുടെ പരിസരത്തേക്ക് വന്ന് ദീനിയായ വിജ്ഞാനം പഠിച്ച മനുഷ്യൻ, ആ മനുഷ്യന് പരിപൂർണമായ ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ വലിയ ജാഗ്രതയോടെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, ചില ജാഗ്രതയോടെ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ വളർന്നു വരുന്നുണ്ട്, പാവപ്പെട്ട മക്കളാണ്, കാലഘട്ടം വലിയ മോശമാണ്, കള്ളിനും കഞ്ചാവിനും അടിമപ്പെടുന്ന മക്കൾ വളരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കണേ, നമ്മുടെ മക്കളെ ഉലമാക്കളാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചാലും നാളെ ഖബറിലേക്ക് എത്തുന്നൊരു അമലുണ്ട്. ഒന്നാമത്തെ അമൽ സദഖത്തുൻ ജാരിയയാണ്, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന സദഖയാണ്. രണ്ടാമത്തെ അമൽ എന്നറിയോ? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ, ആ ഉമ്മയുടെ ഖബറിനരികിൽ പോയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി അബീ, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മീ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന, വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന മക്കളുണ്ടോ? ആ മക്കളാണ് നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം. നാളെ ഖബറിൽ ചെന്ന് കിടന്നാൽ ആ മക്കളാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തണം. എന്റെ മകൻ അങ്ങനെയാകൂല, എന്റെ മകൻ അങ്ങനെയാകൂല, എന്റെ മകൻ ലഹരിക്ക് അടിമപ്പെടൂല, എന്റെ മകൻ കഞ്ചാവിന് അടിമപ്പെടുകയില്ല, എന്റെ മകൻ
പ്രേമവലയത്തിന് അടിമപ്പെടുകയില്ല എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കൊരു നിർവാഹവുമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 21ാമത്തെ നൂറ്റാണ്ടിലാണ്. നമ്മുടെ മക്കളുടെ കൈകളിൽ മുഴുവൻ സ്മാർട്ട് ഫോണാണ്. അവർ ഈ സ്മാർട്ട് ഫോണിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് തിന്മകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് വളർത്തേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, മക്കൾ സ്വാലിഹീങ്ങളായാൽ, മക്കൾ നല്ല രൂപത്തിലായാൽ പിന്നെ നമുക്ക് എവിടെയും പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ഒരാളും നോക്കാനില്ലാത്ത സ്വന്തം ഉമ്മയിൽ നിന്ന്, സ്വന്തം ബാപ്പയിൽ നിന്ന്, സ്വന്തം സഹോദരനിൽ നിന്ന് എല്ലാവരും ഓടിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. നഫ്സി 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 എന്ന് പറഞ്ഞു ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മക്കൾ നമുക്ക് എതിരായി സാക്ഷി നിൽക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ മഹ്ശറാവൻ സഭയിലേക്ക് ഒരു പ്രിയപ്പെട്ട കുട്ടിയെ, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമത്രേ, അല്ലാഹുവേ എന്നെ നരകത്തിൽ കൊണ്ടുപോകരുത് അല്ലാ, എന്നെ നരകത്തിലിടുന്നതിന് മുമ്പ് എന്റെ വാപ്പയെ കൊണ്ടുപോയിടണേ, എന്റെ ഉമ്മയെ കൊണ്ടുപോയിടണേ. എന്റെ വാപ്പയും എന്റെ ഉമ്മയും ഞാൻ ചെയ്യുന്ന എല്ലാ ഹറാമുകൾക്കും കൂട്ടുനിന്ന ഉമ്മയാണ്. എല്ലാ വാപ്പയും എന്റെ ഉമ്മയും ഞാൻ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും എനിക്കൊപ്പം സപ്പോർട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ആ മകൻ പറയുമത്രേ, ഞാൻ തിന്മ ചെയ്യാനുള്ള കാരണം എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയെ ആദ്യം നരകത്തിലേക്ക് കൊണ്ടുപോയിടണം, എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ടാൽ മതി. 12 മണിക്ക് 1 മണിക്ക് നമ്മുടെ യുവാക്കളായ ചെറുപ്പക്കാരായ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എവിടെയായിരുന്നടോ ഇത്രയും നേരമെന്ന് ചോദിക്കാൻ ചങ്കൂറ്റമില്ലാത്ത വാപ്പയായി പോയെങ്കിൽ, സ്കൂള് വിട്ട് കോളേജ് വിട്ട് നമ്മുടെ പെൺമക്കൾ 5 മണിക്കും 6 മണിക്കും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചങ്കൂറ്റത്തോടെ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കാൻ കഴിവില്ലാത്ത ഉമ്മയും വാപ്പയുമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, നമ്മൾ പേടിക്കണം കേട്ടോ. നാളെ നമ്മുടെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുമേ. അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കണം. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. അവർക്ക് ദീനിന്റെ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെയുള്ള ഈ ഉപ്പമാർ, ഇവിടെ വന്നിരിക്കുന്ന ഉപ്പമാർ, ഇവിടെ ഭൂരിഭാഗം ഉപ്പമാരാണ്. ഇവിടെ ഇരിക്കുന്ന വയസ്സായ ഉപ്പമാരാണ്. ചെറുപ്പക്കാർ വളരെ കുറവാണ്. 10ഉം 20ഉം 25ഉം പ്രായമുള്ള ആളുകൾ ഈ സദസ്സിൽ വളരെ കുറവാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ഉപ്പമാർ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രായമായ ഉമ്മമാരുണ്ട്. എന്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്? അവർക്ക് അവരുടെ മക്കൾ, അവരുടെ പിതാക്കന്മാർ, അവരുടെ വാപ്പമാർ, വല്ലിപ്പമാർ ഒരു ബോധം കൊടുത്തിരുന്നു, ദീനീ ബോധം കൊടുത്തിരുന്നു. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും മദ്രസയിൽ 10 വരെ പഠിച്ചവരുണ്ടാകാം, അല്ലെങ്കിൽ പള്ളി ദർസിൽ പോയി കിതാബ് ഓതിയ ആളുകളുണ്ട്, പലരുമുണ്ട്. ദീനിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളും കാര്യങ്ങളും പഠിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും. നമ്മുടെ വാപ്പമാർ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ നമ്മുടെ മക്കളെ ഇന്നതിന് കിട്ടുന്നില്ല. അത് രക്ഷിതാക്കൾ തയ്യാറാവുന്നുമില്ല. എന്നാൽ പ്രിയമുള്ള ഉപ്പമാരെ, വളരെ പേടിക്കേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് ശരിയായ ദീനീ ബോധം കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മകൾ നമ്മോട് 8ാം ക്ലാസ് വരെ മദ്രസ കഴിഞ്ഞ് നിൽക്കുമ്പോ ഇനി സ്കൂളിലേക്കും ഇനി മദ്രസയിലേക്ക് പോകണ്ട, എനിക്ക് SSLC ഉണ്ട്, +2 ഉണ്ട്, ട്യൂഷന് പോകണമെന്ന് നിങ്ങളുടെ മുമ്പിൽ പരാതി പറയുമ്പോ മദ്രസ നിർത്താൻ സമ്മതിക്കരുത് പ്രിയപ്പെട്ട ഉമ്മ. നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണം. അവര് 10 കൊല്ലം 10ാം ക്ലാസ് വരെയെങ്കിലും അവര് മദ്രസ പഠിക്കണം, അല്ലെങ്കിൽ +1 പഠിക്കണം, അവര് +2 പഠിക്കണം. നിർബന്ധമായി നമ്മളത് കൊടുക്കണം. കാരണം നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, രക്ഷിതാക്കൾ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനീയായ നിലയിൽ വളരെ കൃത്യമായി നമ്മൾ വളർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മദ്രസ നിർത്താൻ
വളർത്താൻ നമ്മുടെ മക്കളെ സമ്മതിക്കരുതേ. മദ്രസയിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല എന്ന് മക്കൾ പറയുമ്പോ, പ്രിയപ്പെട്ട വാപ്പ, നിങ്ങൾക്ക് വടിയെടുക്കാനുള്ള അധികാരമുണ്ട്. മക്കളെ പറഞ്ഞേക്കണം മദ്രസയിലേക്ക്. നമ്മുടെ മക്കൾ ദീനിന്റെ ഉലൂമുകൾ പഠിച്ചാൽ, നമ്മുടെ മക്കൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതാൻ പഠിച്ചാൽ ലഭിക്കുന്ന കൂലി എത്രയെന്നറിയോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മർറ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അലൽ ഖബരി, ഒരു ഖബറിനരികിലൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ വല്ലാതെ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ ഖബറിൽ കിടന്നുകൊണ്ട് യുഅദിബൂനഹു അദാബുൽ മലായിക, ആ മനുഷ്യനെ മലായികത്ത് വല്ലാതെ ശിക്ഷിക്കുകയാണ്. ഈസാ നബി നടന്നുപോയി. ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ആ വഴിയിലൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു വരുമ്പോ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ വല്ലാത്ത സ്വർഗത്തിന്റെ ആനന്ദങ്ങൾ അനുഭവിക്കുകയാണ്, വലിയ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുകയാണ്. ഈസാ നബിക്ക് വലിയ അത്ഭുതമായി. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഈ ഖബറിൽ കിടന്ന ആ മനുഷ്യൻ ഖബറിൽ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇതാ സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങൾ അനുഭവിക്കുകയാണ്. ഈസാ നബി ഫസല്ലാ ഈസാ നബി അവിടെ നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ തിരിച്ചു പോരുമ്പോ ഇതാ ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങൾ അനുഭവിക്കുകയാണ്. എന്താണ് കാരണം? എനിക്ക് വലിയ അത്ഭുതമായിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കുന്ന ഈസാ നബിയേ, യാ ഈസാ കാന ഹാദൽ അബ്ദു അസിയാ, ഈ മനുഷ്യൻ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. ദുനിയാവിൽ ഈ മനുഷ്യൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത മനുഷ്യനാണ്. എന്നാൽ ഈസാ നബിയേ വകാന ഖദ് തറക ഇംറഅതൻ ഹുബലാ, ഈ മനുഷ്യൻ മരിക്കുന്ന നേരത്ത് ഈ മനുഷ്യന് ഗർഭിണിയായ ഭാര്യയുണ്ടായിരുന്നു. ഈസാ നബിയേ, ഈ മനുഷ്യൻ മരിച്ച് ഖബറിലകപ്പെട്ടതിനു ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ, ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ ഗർഭത്തിലുള്ള കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി വളർന്നു വലുതായി. ഈസാ നബിയെ അവസാനം ഈ വളർന്നു വലുതായ കുട്ടിയെ ആ പ്രിയപ്പെട്ട മാതാവ് ഫർസലഹു ഇലൽ കുത്താബ്, ദീനിന്റെ വിജ്ഞാനം പഠിപ്പിക്കുന്ന, ദീനിന്റെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു ഈസാ നബിയെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഈസാ നബിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, കുത്താബിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ വെച്ചിട്ട് ആ കുട്ടിക്കഥാ, ആ കുട്ടിയുടെ ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈസാ നബിയെ, ആ വാക്ക് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുമ്പോ ആ കുട്ടിയതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഏറ്റു ചൊല്ലുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ മദ്രസയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ദീന പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ബേജാറാവേണ്ട ഉമ്മ, പേടിക്കേണ്ട ഉമ്മ. അവർ ദീന് പഠിക്കട്ടെ, അവർ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈസാ നബി പറഞ്ഞു കൊടുക്കുകയാണ്, അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കതാ ആ മകൻ ഭൂമിക്ക് മുകളിൽ വെച്ച് ചൊല്ലുകയാണ്. അല്ലാഹു പറയുന്ന, ഈസാ നബിയെ, എന്റെ പാവപ്പെട്ട അടിമയുടെ മകനാണ്, എന്റെ അടിമയുടെ പുത്രനാണ്. ആ പുത്രനാണ് ഭൂമിയുടെ മുകളിൽ വെച്ച് എന്റെ പേര് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്നത് അള്ളാന്റെ പേരാണ്, റഹീം എന്നത് അള്ളാന്റെ പേരാണ്. എന്റെ പേരാണ് ആ മകൻ പറയുന്നത്. എന്നാൽ ആ ഖബറിൽ കിടക്കുന്നത് ഈ മകന്റെ വാപ്പയാണല്ലോ. അതുകൊണ്ട് എന്റെ നാമം, എന്റെ പേര്
ഭൂമിയുടെ മുകളിൽ വെച്ചുകൊണ്ട് എന്റെ അടിമയുടെ മകൻ പറയുമ്പോ, എന്റെ അടിമയുടെ പുത്രൻ പറയുമ്പോ, ഈസാ നബിയെ, ആ മകന്റെ വാപ്പയെ ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ശിക്ഷിക്കാൻ എനിക്ക് മടിയാണ് ഈസാ നബിയെ, എനിക്ക് ലജ്ജ തോന്നുന്ന ഈസാ നബിയെ എന്ന് അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ അടിമയുടെ മകൻ ഭൂമിയുടെ മകളിൽ വെച്ച് എന്റെ പേര് ചൊല്ലുമ്പോ, എന്റെ നാമം പറയുമ്പോ ഭൂമിന്റെ അടിയിൽ വെച്ച് ഈ കുട്ടിന്റെ വാപ്പാനെ ശിക്ഷിക്കാൻ എനിക്ക് മടി തോന്നുന്നു. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ മക്കൾക്ക് ദീനിന്റെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുത്താൽ, ദീനി ഉലൂമുകൾ പഠിപ്പിച്ചു കൊടുത്താലുള്ള ഗുണമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ മക്കളെ നമ്മൾ സ്വാലിഹീങ്ങളായി വളർത്തണം. അതിന് ചില ചിട്ടാവട്ടങ്ങളുണ്ട്. വിശുദ്ധമാകപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നോക്ക് നിങ്ങൾ, നമ്മുടെ വാർത്തകളിൽ, നമ്മുടെ മാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഉമ്മയെ തിരിച്ചറിയാത്ത, ബാപ്പയെ തിരിച്ചറിയാത്ത, പെങ്ങളെ തിരിച്ചറിയാത്ത, ഉമ്മയെയും ബാപ്പയെയും ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന മക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ലഹരിക്കടിമപ്പെട്ട് MDMനും കഞ്ചാവിനും അടിമപ്പെട്ട് നമ്മുടെ മക്കൾ വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ മക്കളെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ചെറിയ മക്കൾ, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ചെറിയ മക്കൾ, ആ മക്കൾക്ക് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഹബീബായ നബി തങ്ങൾ പറയുന്നു, അദ്ദിബു ഔലാദക്കും അലാ തലാത്തി ഖിസാൽ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 3 മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, ഹുബ്ബു നബിയിക്കും, നബി തങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊന്ന്, വഹുബ്ബു അഹ്ലി ബൈത്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു. അതുകൊണ്ട് നബി തങ്ങളെ പറ്റി നമ്മുടെ മക്കൾക്ക് കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവേ, എന്റെ മകൻ വല്ലാതെ ദോഷം ചെയ്യുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ഉമ്മാനെ അനുസരിക്കുന്നില്ല, വാപ്പാനെ അനുസരിക്കുന്നില്ല. മകൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ആ കുട്ടിയെ സദസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയെയും കൊണ്ട് വാപ്പ കൈ പിടിച്ചു വന്നു. കൈ പിടിച്ചു വന്നപ്പോ ആ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലൈസലിൽ വലദ്, ആ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ മാതാപിതാക്കളെ അനുസരിച്ചുകൂടെ? നിനക്ക് നിന്റെ മാതാപിതാക്കളെ വഴിപ്പെട്ടുകൂടെ? അവർ പറയുന്നത് കേട്ടുകൂടെ? ആ നേരത്ത് ആ മകൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അലൈസലിൽ വലദി ഹുഖൂഖുൻ അലാ അബീ, വാപ്പ മകന് ചെയ്തു കൊടുക്കേണ്ട ചില ഹക്കുകളില്ലേ? വാപ്പ മകന് ചെയ്തു കൊടുക്കേണ്ട ചില ഹക്കുകളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് പറയാവോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമത്തത് അയ്യന്തഖിയ ഉമ്മ. ഒന്നാമത്തത്, ഒരു വാപ്പ സ്വന്തം മകന് ചെയ്തു കൊടുക്കേണ്ട ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. മകൻ അനുസരിക്കുന്നില്ല, മകൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളെ മഹാനായ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ മകൻ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ വഴിപ്പെടുന്നില്ലെങ്കിൽ 3 മാർഗങ്ങളുണ്ട്, 3 വഴികളുണ്ട്. മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്ന് അയ്യന്തഖിയ ഉമ്മ, ഈ മകന്റെ ഉമ്മ അഥവാ ഈ വാപ്പയുടെ ഭാര്യ, ആ ഭാര്യ പരിശുദ്ധയായിരിക്കണം, നല്ല ഭാര്യയായിരിക്കണം, നല്ല മുഅ്മിനത്തായിരിക്കണം, നല്ല വിശ്വാസിനിയായിരിക്കണം. ഒന്നാമത്തത് വാപ്പ മകന് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ ബാധ്യതയാണ് ഉമ്മ നന്നാവണം, ഉമ്മാണ് വാപ്പ നന്നാക്കണം. രണ്ടാമതായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വയുഹസ്സിന ഇസ്മ, മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം. മക്കൾക്ക് പേരിടുമ്പോ മക്കളുടെ പേര് നല്ല പേരായിരിക്കണം, നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. ഏറ്റവും നല്ല പേര് അബ്ദുള്ള എന്നാണ്, ഏറ്റവും നല്ല പേര് അബ്ദുറഹ്മാൻ എന്നാണ്. എന്നാൽ നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് എന്താ പേരിടുന്നത്? അല്ലാത്ത പേരുകളാണ് ഇപ്പോഴത്തെ കാലത്ത് പേരുകൾ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പേരിടുക മക്കൾക്ക്. എന്നിട്ട് പള്ളിക്കത്ത് ഉസ്താദുമാരെ അർത്ഥം കണ്ടെത്തണം, എന്തെങ്കിലുമൊക്കെ പേര് കൂട്ടുക.
എന്തെങ്കിലുമൊക്കെ തൊള്ളയിൽ കിട്ടുന്ന എന്തെങ്കിലും പേര് ഇടുക, എന്നിട്ട് പള്ളിക്കത്ത് ഉസ്താദുമാര് അതിന് അർത്ഥം കണ്ടെത്തുക. അതാണ് ഇപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ കടന്നു വരുന്നത്. ഡിക്ഷണറിയിലും അറബി വാക്കിലും ഉള്ളതിനല്ലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ, ഇല്ലാത്തതിന് അർത്ഥം പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും 2 ഇംഗ്ലീഷ് പദം കൂട്ടുക, മറ്റു പദങ്ങളൊക്കെ കൂട്ടിയിട്ട് പേരിടുക. മക്കൾക്ക് പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് നല്ല പേരുകളാവണം. മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം. അത് ഒരു പിതാവ് ഒരു മകന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എപ്പോഴും നമ്മൾ മക്കൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന പേരിന്റെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുക. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരാൾ മുഹമ്മദ് എന്ന ഒരു കുട്ടിക്ക് പേരിട്ടാൽ ആ കുട്ടി നരകത്തിൽ കടക്കുകയില്ല എന്ന് വരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് നമ്മുടെ മക്കളുടെ പേരിന്റെ കൂടെ ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരാനുള്ള ഒരു കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, മക്കൾ നന്നാവാൻ 3-ാമത്തെ കാര്യം വയുഅല്ലിമുൽ കിതാബ്. നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കണം, ദീനിന്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ, മക്കളെ നല്ല രൂപത്തിൽ വളർത്താനുള്ള വലിയൊരു മാർഗമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയാൻ, അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളായി വളരണമെന്ന് ആഗ്രഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ, ഉപ്പമാരുണ്ടെങ്കിൽ മക്കളെ മദ്രസയിലേക്ക് വിട്ടേതിൽ ദീനിന്റെ വിജ്ഞാനം പഠിപ്പിച്ചേതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനാ? ഓലൊക്കെ വളർന്ന് വലുതായാൽ നമ്മളെ നോക്കണം എന്ന് കരുതിയിട്ടാണല്ലോ. അല്ലെങ്കിൽ കുറച്ച് സമ്പത്തുണ്ടാവണം, പൈസ ഉണ്ടാവണം, നമ്മളൊക്കെ വയസ്സായി കാലും നീട്ടി കുത്തിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരണം എന്നതുകൊണ്ടാണല്ലോ. എന്നാൽ ദീനി ബോധമില്ലാത്ത മക്കൾ എങ്ങനെയാണ് വാപ്പയെ സഹായിക്കുക? എങ്ങനെയാണ് ഉമ്മയെ സ്നേഹിക്കുക? ദീനി ബോധത്തോടുകൂടെ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മക്കൾ വഴികേടിലായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പള്ളി ഇവിടെ നിലനിൽക്കണം, ഇതിന്റെ അനുബന്ധ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കണം. നമ്മുടെ പള്ളി അതിന്റെ ദീനീയ സ്ഥാപനമായി ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മുടെ പൂർവികന്മാർ ചെലവഴിച്ചതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും വർഷത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവനകൾ നമ്മുടെ പള്ളിക്ക് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പള്ളിക്ക് വേണ്ടി 1000 രൂപ സംഭാവന ചെയ്യാൻ കഴിവുള്ള, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊന്തിച്ചാൽ നന്നായിരുന്നു. 1000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഈ സമയത്ത്, ഈ സന്ദർഭത്തിൽ, ഈ പരിശുദ്ധമാക്കപ്പെട്ട, യുദ്ധം ഹറാമായ പവിത്രമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മാസത്തിൽ 1000 രൂപ നമ്മളെ കൊണ്ട്, ആരെങ്കിലും കൊണ്ട്, പേരെന്താ റിയാസ് VP എന്ന് പറയുന്ന സഹോദരൻ 1000 രൂപ ഏറ്റെടുത്തിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചൊല്ലുക, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ആ സഹോദരന്റെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലലാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ സഹോദരന്റെ സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, കുടുംബത്തിൽ നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റഹ്മാനേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ അല്ലാഹ്. ഇനി 1000 രൂപ, 1000 രൂപ അതൊന്നും വലിയൊരു സംഖ്യയല്ല. 1000 രൂപ. പേരെന്താ?
ബഹുമാനപ്പെട്ട ആദം എന്ന് പറയുന്ന സഹോദരൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, ആ സഹോദരൻ ഏറ്റെടുത്ത സ്വതക്ക നീ കബൂലാക്കണേ തമ്പുരാനെ. അതിന്റെ മിസ്രി സവാബ് ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരിൽ ആരെങ്കിലും വല്ല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ റഹ്മാനെ ഖബറിനകത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിനക്കറിയാമല്ലോ. 1000 രൂപ റഹ്മാനെ ആ സ്വതക്കയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം അൽ കഹഫ് സൂറത്ത് ഓതാറുണ്ടല്ലോ. അൽ കഹഫിന്റെ ഏടിന്റെ ബേക്കിൽ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന്റെ പേരുണ്ട്. ആ സ്വലാത്ത് രചിച്ചതാരെന്നറിയോ? മഹാനായ സുലൈമാനുൽ ജസൂലി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ മൊറോക്കയിലെ പള്ളിയുടെ ഖബർസ്ഥാനിൽ എന്ത് വിശ്രമം കൊള്ളുന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതനതാ മരണപ്പെട്ട് 65 വർഷത്തിനു ശേഷം തന്റെ ശിഷ്യന്റെ സ്വപ്നത്തിൽ കടന്നു വരുന്നു. തന്റെ ശിഷ്യനതാ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി എന്ന് പറയുന്ന തന്റെ ഉസ്താദിനെ സ്വപ്നം കാണുകയാണ്. ഉസ്താദ് പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ശിഷ്യ, എന്റെ ഖബറുള്ളത് മൊറോക്കയിലെ പള്ളിയുടെ ഖബർസ്ഥാനിലാണ്. അതുകൊണ്ട് എന്റെ ഖബർ അവിടെ നിന്നും മാന്തണേ. എന്റെ ഖബർ അവിടെ നിന്നും മാന്തിയിട്ട് മറാക്കിഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്റെ ഖബർ കൊണ്ടുപോകണേ എന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ശിഷ്യനോട് പറയുകയാണ്. പിറ്റേ ദിവസം മഹാനായ സുലൈമാനുൽ ജസൂലി എന്ന് പറയുന്ന മഹാനായ സൂഫി വര്യന്റെ മഹാനായ പണ്ഡിതന്റെ ശിഷ്യനതാ ഖബർ മാന്തുമ്പോ പ്രിയമുള്ള ഉപ്പമാരെ ശ്രദ്ധിച്ചു കേൾക്കണേ. 65 വർഷത്തിനു ശേഷമാണ് ഖബർ പൊളിക്കുന്നത്. 65 വർഷത്തിനു ശേഷം ആ ഖബർ അങ്ങ് പൊളിച്ചപ്പോ ആ ഖബറിനകത്ത് വല്ലാത്ത സുഗന്ധം വരുന്നു, വല്ലാത്ത ആനന്ദം വരുന്നു. ആ പ്രദേശത്താകെ കസ്തൂരിയുടെ ഗന്ധമാകെ വമിക്കുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭൗതിക ശരീരം ആ ഖബറിൽ നിന്ന് മുകളിലേക്ക് എടുത്തു വെച്ചപ്പോ അദ്ദേഹം എങ്ങനെയാണോ മരിക്കുന്നത്, എങ്ങനെയാണോ വഫാത്തായത്, അതുപോലെ തന്നെ ഓരോ താടി രോമങ്ങളും അതുപോലെയുണ്ട്. എങ്ങനെയാണോ താടി വടിച്ചത്, ആ വടിക്കലിന്റെ അടയാളം പോലും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നത്രേ. എന്തുകൊണ്ടാണ് 65 വർഷക്കാലം കഴിഞ്ഞിട്ടും ഒരു പഴക്കവും വരാതെ, ഒരു കോട്ടവും വരാതെ ബഹുമാനപ്പെട്ടവരുടെ ഖബറിന്, ബഹുമാനപ്പെട്ടവരുടെ ഭൗതിക ശരീരത്തിന് നിലനിൽക്കാനായതെന്നറിയോ? സ്വലാത്തിന് വേണ്ടി ഖിദ്മത്തെടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി. സ്വലാത്ത് രചിച്ച് നമ്മൾ അൽ കഹഫ് ഓതാറുണ്ട്. ആ അൽ കഹഫിന്റെ ബാക്കിൽ സ്വലാത്തുണ്ടല്ലോ, വെള്ളിയാഴ്ച ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്താണത്. ആ സ്വലാത്ത് ഉണ്ടാക്കിയ ആളാണ് മഹാനായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഖബറാണ്. 65 കൊല്ലത്തിനു ശേഷം പൊളിച്ചു നോക്കുമ്പോ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. വലിയ സുഗന്ധം അടിച്ചിങ്ങനെ വീശാൻ. എന്തുകൊണ്ട്? അത് സ്വലാത്തിന്റെ പവറാണ്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം സ്വലാത്താണ്. എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം സ്വലാത്താണ്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആദം എന്ന് പറയുന്ന ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഇനി 1000 രൂപ ഉമ്മമാർക്കും പറയാം, പെങ്ങന്മാർക്കൊക്കെ പറയാം. ആണുങ്ങൾക്ക് മാത്രമല്ല പറഞ്ഞത്, പെണ്ണുങ്ങൾക്കൊക്കെ പറയാം. 1000 രൂപ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ. 1000 രൂപ ഒന്നും വലിയ സംഖ്യയല്ല. 1000 രൂപ ഒന്നും ഇപ്പത്തെ കാലത്തത് വലിയ സംഖ്യയായി ആർക്കും തോന്നില്ല. 1000 രൂപ ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട കക്കുയി അബുവാക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, ആ സഹോദരൻ
സഹോദരൻ ചെയ്ത സ്വതക്ക നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ നീ ഹൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് റഹ്മാനെ അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ എന്ത് മുസീബത്തുകളുണ്ടെങ്കിലും എന്ത് വലിയത്തുകളുണ്ടെങ്കിലും തട്ടിപ്പോകാനുള്ള ഏറ്റവും വലിയ മാർഗം സദഖ കൊടുക്കലാണ്. നിങ്ങൾ കൊടുക്കുന്ന 1000 രൂപയുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന 500 രൂപയുണ്ടല്ലോ, അത് അള്ളാന്റെ കോപത്തെ തടയുമുമ്മ. അള്ളാഹ്ക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത 1000 രൂപ കൊണ്ട് അള്ളാന്റെ ദേഷ്യം പോകുമേ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലോകത്തുള്ള സമുദ്രങ്ങളിലെ കടലിലെ മുഴുവൻ വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹമുള്ള മരണത്തിന്റെ വേളയിലുണ്ടല്ലോ പൊന്നുമ്മ, നിങ്ങൾ ഈ കൊടുക്കുന്ന 10 രൂപ കൊണ്ട് 1000 രൂപ കൊണ്ട് 500 രൂപ കൊണ്ട് മോശമായ മരണത്തെ തടുക്കാൻ ഈ സദഖക്ക് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മാനായ അല്ലാഹ് 1000 രൂപ വാഗ്ദാനം ചെയ്ത 3 സഹോദരങ്ങൾ റഹ്മാനെ, അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. മരണം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതികേട് അവരിൽ ഒരാൾക്കും നീ കൊടുക്കല്ലേ അല്ലാഹ്. ഒരു സഹോദരി 1000 രൂപ സംഭാവനയുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പാവപ്പെട്ട സഹോദരിമാരാണ് റഹ്മാനെ, അവരുടെ കയ്യിൽ പണമുണ്ടാവില്ല, ഭർത്താക്കന്മാർ പണം കൊടുത്തെങ്കിൽ മാത്രം പണമുണ്ടാകുന്നവരാണ്, ജോലിക്ക് പോകുന്ന ആളുകളൊന്നുമല്ലോ അല്ലാഹ്, നീ അവരെ കബൂലാക്കണേ അല്ലാഹ്. ആ ഉമ്മമാരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. നിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, ദീനിനെ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ കല്ലന്റെ കഷ്ണമായ ഭർത്താവ് നാളെ ഖബറിന്റെ അടിയിലാണ് റഹ്മാനെ. അല്ലാഹുവേ ഭർത്താവിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ തങ്ങളുടെ കുടുംബക്കാരുടെ, തങ്ങളുടെ ഭാര്യമാരുടെ, മക്കളുടെ പ്രാർത്ഥന ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ മയ്യിത്തു ഫിൽ ഖബരി, അൽ മയ്യിത്തു ഫിൽ ഖബരി കൽ ഗരീഖി ഫിൽ മാ. നാളെ ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ അവരിങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആളുകളെ പോലെയാണ്. എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ പിടിച്ചു കയറാമെന്ന് പ്രതീക്ഷിക്കുന്ന മുങ്ങിപ്പോകുന്ന ആളുകളെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന ആളുകളെന്നു. തന്റെ സഹോദരന്റെ, ഭർത്താവിന്റെ, ഭാര്യയുടെ, ഉമ്മയുടെ, മകന്റെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൽ കിടക്കുകയാണ്, മുങ്ങിപ്പോകുന്ന ആളെ പോലെ. റഹ്മാനേ ആ ഉമ്മയുടെ, ആ സഹോദരിയുടെ, ഭർത്താവിന്റെ ഖബർ ജീവിതത്തിൽ നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് റഹ്മാനേ, ജോലിയിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ മഹല്ലിൽ ഒരുപാട് ആളുകൾ ഈ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന, സദഖ കൊടുക്കുന്ന ഒരുപാട് നല്ല യുവാക്കൾ റഹ്മാനേ, വിദേശത്ത് കഷ്ടപ്പെട്ട് സൗരിന്റെ ചൂടേറ്റുകൊണ്ട് ജോലി ചെയ്യുന്നവരാണ് റഹ്മാനെ. കുടുംബത്തെ പോറ്റാൻ ചോര നീരാക്കുന്നവരാണ് റഹ്മാനെ. അവരെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? കക്കുയി നാണികാക്ക 1000 രൂപ സംഭാവനയിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ആ സഹോദരൻ ചെയ്ത സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്. ആ സ്വതക്കയുടെ മിസ്ല സവാബ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ വാപ്പമാരുണ്ടാകും റഹ്മാനെ, കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അല്ലാഹുവേ, അവരൊക്കെ അവരുടെ കുടുംബക്കാരുടെ മക്കളുടെ ദുആയും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, ആ സഹോദരൻ ചെയ്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ആ ഖബറിലേക്ക് നീ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. മരണം വരെ നിന്റെ ദീനിനെ സ്നേഹിക്കാനുള്ള സൗഭാഗ്യം ആ സഹോദരൻ നീ കൊടുക്കണേ അല്ലാഹ്. അവരും ഞങ്ങളും ഒക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കീറി മുറിക്കുന്ന മാറാകാതെ രോഗങ്ങൾ അവരിൽപ്പെട്ട ഒരാൾക്കും നീ നൽകല്ലേ അല്ലാഹ്. കുടുംബങ്ങളിൽ നീ നൽകല്ലേ അല്ലാഹ്. ഞാനെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പറയാം. ഞാനെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും 1000 രൂപ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ്. സഹോദരിമാരാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പള്ളിക്ക് വന്ന് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊന്നും അവസരമില്ല. അതിനൊന്നും അവസരം സഹോദരിമാർക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തികമായി ഈ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നതാണ്. അതാണ് സഹോദരിമാരുടെ ദൗത്യം. പൈസ ഉണ്ടാവൂല, ഉണ്ടായിട്ട് കൊടുക്കുക എന്ന് കരുതിയാൽ നടക്കൂല. ഞാനൊരു കോടീശ്വരനാകട്ടെ എന്നിട്ട് കൊടുക്കുക, എന്നിട്ട് 2 പള്ളി കയറ്റാം എന്നൊന്നും വിചാരിച്ചാൽ നടക്കൂല. അത് കഴിയൂല, അതാർക്കും കഴിയൂല. ഉള്ളത് കൊണ്ട് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഇന്നെ കൊടുക്കണം എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഞാൻ നിർത്തണം, അവസാനിപ്പിക്കുകയാണ്, സമയം ഒരുപാടായി. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് ആ സംഭാവന കൊടുക്കണം. എന്തെങ്കിലും 1000 രൂപ ഓരോ വർഷത്തിൽ ഒരു വട്ടല്ലേ, ഒരു പ്രാവശ്യമല്ലേ, അതൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിർത്തല്ലേ ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. വല്ല പാകപ്പിഴവുകളും അതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാനായ തമ്പുരാൻ അതൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തുമാറാവട്ടെ. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തുക. നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഒക്കെ ഒന്ന് ജീവിതത്തിൽ ശീലിക്കുക. നമുക്ക് ഹജ്ജ് ഉംറയും ചെയ്ത കൂലി ലഭിക്കാനുള്ള വലിയൊരു മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടെ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സംഭാവനയായി ഏജിയുടെ വിഷ്ണുവായി മരണപ്പെട്ട കുടുംബത്തിന്റെ പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരു അനുഭാവി 1000 രൂപ, മരിച്ച കുടുംബത്തിന്റെ പേര് ദുആ ചെയ്യാൻ സിറ്റി കോയാക്ക 250 രൂപ, ഒരു അനുഭാവി പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, മരിച്ച